ഒരു പരിധി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയിട്ട് നമ്മുടെ എഡിറ്റിലും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഒരു മാസ്റ്ററായിട്ട് ഞാൻ കാണുന്ന വാൻറ്റേജ് പോയിന്റ് നമ്മൾ ഒറ്റ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു ഡ്രഗ് ബസ്റ്റ് നടത്തിയിരിക്കുന്നു. ആ ഡ്രഗ് ബസ്റ്റ് എന്ന് വെച്ചാൽ ആ ഡ്രഗ് ബസ്റ്റ് നടത്തി 5 പോലീസുകാരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതോ ലോകത്തിലുള്ള ഇന്ന ആൾക്കാർ അൻപ് എന്ന് പറഞ്ഞ വ്യക്തി അൻപ് അടക്കളം അൻപ് തീരുമാനിക്കുന്നു. അപ്പോൾ പോലീസുകാർ ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയുടെ അടുത്ത് എല്ലാവരും ഡ്രഗ് ചെയ്തിട്ട് പോലീസുകാരെല്ലാം കൂടി തന്നെ അതിനകത്ത് ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു വ്യക്തി വഴിയിൽ നിന്ന് അയാളുടെ മറ്റേ ജയിലിൽ എന്ന് വെച്ചാൽ അയാൾ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്ന ജയിൽ ജീവിതം കഴിഞ്ഞ് കുട്ടിയെ കാണാൻ പോകുന്ന ഒരു വ്യക്തി അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഡ്രൈവർ ആവുന്നു. ഇതാണ് സംഭവം ഒറ്റ രാത്രി. അപ്പൊ പുള്ളി അതിന്റെ റെഫറൻസ് ആയിട്ട് പുള്ളി പറഞ്ഞ ഡൈഹാർഡ് സീരീസ് ആണ്. അങ്ങനെ എനിക്കത് അറിയില്ല. അസീസിന്റെ ഓർമ്മ പ്രശ്നമാണോ എനിക്കല്ല. അങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറിച്ച് സംസാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഓൺ ദി സ്പോട്ടിൽ ഒരു സാധനം പോലും മാറ്റില്ല. അങ്ങനെ എന്താണോ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിൽ ഒന്നും ഇരിക്കുന്നുണ്ട്, പ്രിന്റഡ് ഇരിക്കുന്നുണ്ട്. ഒരു ലൈൻ പോലും നമ്മളൊരു കുത്തുകോമ്പ് പോലും മാറ്റാൻ പറ്റില്ല. റെഫറൻസുകൾ ഭയങ്കര ഗുണകരമാണ്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അഭിനയത്തിലായിക്കോട്ടെ, നമ്മൾ സ്ക്രീൻ പ്ലേയിലായിക്കോട്ടെ, നമ്മൾ റെഫറൻസ് പടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കൈദി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ലോകേഷ് കനകരാജ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ അതിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. നമ്മൾ ഒറ്റ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു ഡ്രഗ് ബസ്റ്റ് നടത്തിയിരിക്കുന്നു. ആ ഡ്രഗ് ബസ്റ്റ് എന്ന് വെച്ചാൽ ആ ഡ്രഗ് ബസ്റ്റ് നടത്തി 5 പോലീസുകാരെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതോ ലോകത്തിലുള്ള ഇന്ന ആൾക്കാർ അൻപ് എന്ന് പറഞ്ഞ വ്യക്തി അൻപ് അടക്കളം അൻപ് തീരുമാനിക്കുന്നു. അപ്പോൾ പോലീസുകാർ ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയുടെ അടുത്ത് എല്ലാവരും ഡ്രഗ് ചെയ്തിട്ട് പോലീസുകാരെല്ലാം കൂടി തന്നെ അതിനകത്ത് ഇതൊന്നും ബന്ധമില്ലാത്ത ഒരു വ്യക്തി വഴിയിൽ നിന്ന് അയാളുടെ ജയിലിൽ എന്ന് വെച്ചാൽ അയാൾ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്ന ജയിൽ ജീവിതം കഴിഞ്ഞ് കുട്ടിയെ കാണാൻ പോകുന്ന ഒരു വ്യക്തി അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഡ്രൈവർ ആവുന്നു. ഇതാണ് സംഭവം ഒറ്റ രാത്രി. അപ്പൊ പുള്ളി അതിന്റെ റെഫറൻസ് ആയിട്ട് പുള്ളി പറഞ്ഞ ഡൈഹാർഡ് സീരീസ് ആണ്. ബ്രൂസ് വില്ലീസിന്റെ ഡൈഹാർഡ് സീരീസ് ആണ് പുള്ളി റെഫറൻസ് ആയിട്ട് പുള്ളി സെന്റർ ഒരു സ്ട്രക്ചറിങ്. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ പല ഇത് ഡൈഹാർഡ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അണ്ടർ സീജ് എന്നുള്ള മൂവി വന്നിട്ടുണ്ട്. പല പല പടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു പരിധി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയിട്ട് നമ്മുടെ എഡിറ്റിലും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഒരു മാസ്റ്ററായിട്ട് ഞാൻ കാണുന്ന വാൻറ്റേജ് പോയിന്റ് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒക്കെ വേറെ പെർസ്പെക്റ്റീവാണ്. US പ്രസിഡന്റ് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ആ US പ്രസിഡന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജിലല്ലാതെ ഒരു 5 പേരുടെ കഥ. കൊല്ലാൻ വന്നവൻ, അവനെ ഷൂട്ട് ചെയ്യുന്നവൻ, അവൻ ഇഷ്ടമുള്ള പെണ്ണ്, അങ്ങനെ പല തോതില് പല രീതിക്ക് സംസാരിക്കും. ഇതൊന്നും അല്ലാതെ വേറൊരു പെൺകുട്ടി ഓടുന്നു. ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ പോകുന്ന വേറൊരു വ്യക്തി. അപ്പോൾ ഈ ജോണിച്ചേട്ടൻ പറഞ്ഞ തന്നെ പിന്നെ പെർഫോമൻസ് കൊണ്ടിട്ട് നമുക്ക് മറ്റേ ഈ അന്നൊക്കെ ഇവരുടെ വീഡിയോ കാസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൈ തുമ്പിലല്ലേ, വിരൽ തുമ്പി നിൽക്കുകയല്ലേ എല്ലാം നമുക്ക്. പിന്നെ ഈ ജോണിച്ചേട്ടൻ പറഞ്ഞത് തന്നെ ഈ സിനിമകൾ കാണുന്നതിനുള്ള ഏറ്റവും വലിയ നമ്മളെ പോലെ തന്നെ അവിടെ വലിയ വിപ്ലവം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ മാരി സെൽവരാജ്, പാരഞ്ജിത്ത്, വെട്രിമാരൻ സാറ്, അങ്ങനെ ഒരുപാട് പേര്. നമ്മൾ വിസാറിനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ വിറയ്ക്കും. വിസാറിനെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് കൈകാല് വിറയ്ക്കാം. അങ്ങനത്തെ അത്ര റോയാണ് ആ പടമൊക്കെ. എന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസുകാരെ പ്രകീർത്തിച്ചുള്ള സിനിമ. നമ്മള് ഇവിടുത്തെ സംവിധായകർ അവരെ അമ്പരിപ്പിക്കുന്നുണ്ട്. പണ്ട് ഇടയ്ക്ക് സുബ്രഹ്മണ്യപുരം അങ്ങനത്തെ മറ്റേ ആ സമയത്ത് നമ്മളൊന്നും അമ്പരുന്നായിരുന്നു. പിന്നെ അവരെ അമ്പരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ അവരമ്പരുന്നോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഭയങ്കര തമിഴും മലയാളം തമ്മിൽ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ് എനിക്ക് തമിഴ് ഡയറക്ടേഴ്സും എല്ലാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ല റിലേഷനുണ്ട് ഇവർക്ക് തമ്മിൽ. ഇപ്പം ഹെൽത്തി റിലേഷനാണ്. ഇപ്പൊ ഈ കണ്ണൂർ സ്കോട്ടിന് തന്നെ മുന്നേ അസീസ്ക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതില് ആ ഓൺ ദ സ്പോട്ടിലാണ് ഡയലോഗ് മാറ്റി അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ഇല്ല അങ്ങനെ എനിക്കത് അറിയില്ല. അസീസിന്റെ ഓർമ്മ പ്രശ്നമാണോ എനിക്കല്ല. അങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറിച്ച് സംസാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഓൺ ദി സ്പോട്ടിൽ ഒരു സാധനം പോലും മാറ്റില്ല. അങ്ങനെ എന്താണോ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിൽ ഒന്നും ഇരിക്കുന്നുണ്ട്, പ്രിന്റഡ് ഇരിക്കുന്നുണ്ട്. ഒരു ലൈൻ പോലും നമ്മളൊരു കുത്തുകോമ്പ് പോലും മാറ്റാൻ പറ്റില്ല.